ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കച്ച് വർക്ക് മോട്ടിഫാണ്. അതൊരു ചെറിയൊരു ഫ്ലവർ പോലെ തോന്നുന്ന ഒരു മോട്ടിഫാണ്. പ്ലസ് നമ്മളൊരു മിററും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു സാരിയിലാണ് ഞാൻ ചെയ്യുന്നത്. സോ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ ചെന്ന് കാണാം. ഞാൻ അനീഷ. എല്ലാവർക്കും അന്തരം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു മോട്ടിഫ് എന്ന് പറയുന്നത്. അതായത് ഞാനൊരു 8 ചെറിയ സ്ക്വയേഴ്സ് ആയിട്ടുള്ളത് മിററിന് ചുറ്റും വരച്ചിട്ട് കുറച്ച് നീട്ടിയ ഒരു ലൈനും കൂടി അതിൻ്റെ ഓപ്പോസിറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ചതാണ് ഞാനിതിൽ യൂസ് ചെയ്യുന്ന ത്രെഡ്. 2 സ്ട്രാൻഡ് ഓഫ് ത്രെഡ് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യുന്ന ത്രെഡ് ആങ്കറിൻ്റെ പേൾ കോട്ടൺ ത്രെഡാണ്. കച്ച് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്യാനാണ്. ഇപ്പോൾ മിറർ ആദ്യം തന്നെ ഞാനൊന്ന് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് കുറച്ച് ആ മിററിൻ്റെ മുകളിലൊരു ഗമ്മ് മാതിരി ആയേക്കുന്നത് ജസ്റ്റ് ഒന്ന് ചുരണ്ടി കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതങ്ങ് പൊയ്ക്കോളൂ കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ആയാൽ പോലും അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇതൊരു 1 സെൻറ്റിമീറ്റർ ഡയമീറ്റർ വരുന്ന ഒരു മിററാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നോക്കുക, ഇതിങ്ങനെ 1 സെൻറ്റിമീറ്റർ ഇല്ല കേട്ടോ, അതൊരു 0.8 ആണ്. 1 സെൻറ്റിമീറ്റർ തികച്ചില്ലാത്തൊരു മിററാണ്, ചെറിയൊരു മിററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് സാധാരണ ഞാൻ മിറർ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ അങ്ങോട്ട് ചെയ്ത് പോവുകയാണ്. പറഞ്ഞ പോലെ തന്നെ 2 സ്ട്രാൻഡ് ഓഫ് പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനിത് ഒന്നും കൂടി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോസ് കംപ്ലീറ്റ് കാണാതെ തന്നെ ഞാൻ എല്ലാ വീഡിയോസിലും യൂസ് ചെയ്യുന്ന ത്രെഡും അതിൻ്റെ എത്ര സ്ട്രാൻഡ് എടുക്കുന്നു എന്നുള്ളതെല്ലാം പറയാറുണ്ട്. പക്ഷേ പിന്നീട് എനിക്ക് കമൻസ് വരാറുണ്ട്, ഇത് എത്ര സ്ട്രാൻഡാണ്, എന്ത് ത്രെഡാണ്, ഏത് ക്ലോത്താണ്. ഇത് സാരി ഓർഗൻഡി സാരിയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ഓർഗൻഡി സാരിയിലാണ് നമ്മൾ ഈ ബ്ലാക്ക് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുക, ഈ മിറർ ചെയ്തതിന് ശേഷം നോക്കുക, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ ഒന്ന് വലിക്കുകയാണ്. അതായത് നമുക്കൊരു പോളിഗണൽ ഷേപ്പിൽ വന്നിരിക്കുന്ന, നമ്മളിപ്പോൾ ഇങ്ങനെ മിറർ വർക്ക് ചെയ്യുമ്പോൾ ഒരു പോളിഗൺ ഷേപ്പ് മാതിരി വന്നിരിക്കുന്നത് നടുക്കൊരു സർക്കിൾ രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്യുന്നത്. കാരണം ചെറിയ മിററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാക്സിമം മിററിൻ്റെ ഏരിയ നമുക്ക് വിസിബിൾ ആകാൻ വേണ്ടിയിട്ടാണ് ഇതേമാതിരി ഒന്ന് ബോർഡേഴ്സ് ഇതേമാതിരി ഒന്ന് ചുറ്റി കൊടുത്തിട്ട് നമ്മൾ എവിടെയാണോ തുടങ്ങിയത് അവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നോക്കുക, തുടങ്ങിയ ഭാഗത്തേക്ക് തന്നെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സർക്കിൾ നടുക്കത്തുള്ള പോർഷൻ കുറച്ച് നന്നായിട്ട് വിസിബിൾ ആവുന്നുണ്ട്. ചെറിയ മിറർ ആയതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ നിർബന്ധമായിട്ടും ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ കച്ച് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനത് ആ ഒരു സ്ക്വയറിൻ്റെ താഴെയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നീട് ത്രെഡിനെ ഒന്ന് അകറ്റി മാറ്റി, കാരണം ത്രെഡ് എപ്പോഴും നീഡിലിൻ്റെ താഴോട്ട്, അതിൻ്റെ മറ്റേ ആ തുമ്പ് താഴോട്ട് വരുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ ഇതേപോലെ ചെയ്തു. ഇനി അടുത്തത് നോക്കുക, ഞാൻ നീട്ടി ഒന്ന് വരച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും നീട്ടി, 1 സെൻറ്റിമീറ്ററോളം നീട്ടി ആ ഒരു കോല് മാതിരി. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇല്ല, അത് അത്രയും നീട്ടം വേണ്ടെങ്കിൽ നോർമലി ചെയ്യുന്ന മാതിരി ഒരു ചെറിയൊരു 1-2 mm വരുന്ന, ഇപ്പോൾ ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താലും മതിയാവും. പക്ഷേ മറ്റേ രീതിയിൽ ചെയ്യുമ്പോൾ ഒരു വേറൊരു ലുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇത്. നോക്കുക, ലാസ്റ്റ് നമ്മൾ തുടങ്ങി എടുത്തുകൊണ്ടൊന്ന് താഴെ കൂടി എടുത്ത് കുറച്ചൊന്ന് മാറ്റി, ഒരു 2 mm മാറ്റി താഴോട്ട് കുത്തുന്നു. ഇതാണ് കച്ച് വർക്കിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യം തന്നെ നമ്മൾ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് നോക്കുക, അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ നിൽക്കുന്ന ത്രെഡ് മുകളിലാണ്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ത്രെഡിൻ്റെ താഴെ കൂടി എടുത്തു. പിന്നീട് നമ്മുടെ ആ കോർണറിലുള്ളതിൻ്റെ താഴെ കൂടി എടുത്തിട്ട് ഇനി അടുത്ത ഭാഗത്തേക്ക് എത്തുമ്പോഴും നമ്മളിപ്പോൾ ചെയ്തതിൻ്റെയും പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെയും താഴെ കൂടി എടുക്കുകയാണ്. പിന്നീട് ഇതിൻ്റെ ഉള്ളിൽ കൂടി കടത്തിയെടുക്കുന്നു. പിന്നീട് ഇതേമാതിരി നമ്മുടെ മുമ്പിലിരിക്കുന്ന ത്രെഡിൻ്റെ താഴെയും അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെയും കൂടെ താഴെ കൂടി എടുക്കുന്നു. പിന്നീടും അടുത്തതിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുന്നു. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്തതിൻ്റെ 2 ത്രെഡുകളുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ താഴെ കൂടിയും നോക്കത് വളരെ ചെറിയ രീതിയിലാണ് കേട്ടോ ഞാൻ സ്ക്വയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ചൊന്ന്, പിന്നെ ബ്ലാക്ക് ത്രെഡും ആണ്. നോക്കുക, അതേപോലെ ചെയ്ത് പിന്നീട് അതിൻ്റെ നമ്മുടെ കോർണറിലുള്ളതിൻ്റെ താഴെ കൂടി എടുത്ത് തുടങ്ങിയെടുത്ത് തന്നെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു. ഇങ്ങനെയാണ് ഒരു പെറ്റൽ ചെയ്യുന്നത്. ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ മനസ്സിലാകും. ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട്, വീഡിയോ ഫാസ്റ്റാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇതേപോലെ ചെയ്യുക. ഈ ത്രെഡ് ഇപ്പോൾ നോക്കിയാൽ നീഡിലിൻ്റെ താഴെ, ഇപ്പോൾ ഇങ്ങനെ എടുത്തു, നീഡിലിൻ്റെ താഴെ കൂടി ഈ ത്രെഡ് വരണം. അതാണ് ഞാൻ അങ്ങനെ ഒന്ന് കാണിച്ചത്. അടുത്തതും താഴെ കൂടി ഇതേപോലെ ലാസ്റ്റ് അവസാനിക്കുമ്പോൾ താഴെ കൂടി എടുത്തിട്ട് അതിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് കുത്തിയെടുക്കുക. പിന്നീട് സൈഡിൽ നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് എടുക്കുക, അതിൻ്റെ നേരെ അടുത്തുള്ള ത്രെഡ് അല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ത്രെഡിൻ്റെ താഴെ കൂടി എടുക്കുന്നു.
പിന്നീട് കോർണറിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുന്നു. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്ത ത്രെഡ് ഇനി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മുമ്പിലുണ്ട്, അതിൻ്റെയും താഴെ കൂടി, നേരെ ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെയും താഴെ കൂടി എടുക്കുന്നു. പിന്നീട് വീണ്ടും കോർണറിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുന്നു. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കണമെന്നില്ല, നിങ്ങളത് ചെയ്യുന്നത് നോക്കി തന്നെ ക്ലിയർ ആകുന്നതാണ്. പിന്നീട് ഞാനിത് ഒരു സ്ക്വയർ ചെയ്യുന്നത് തന്നെ പഴയ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ കച്ച് വർക്കിൻ്റെ പ്ലേലിസ്റ്റ് എടുത്തിട്ട് നോക്കിയാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇതിലൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ആ ഒരു ഭാഗം നീണ്ടിരിക്കുന്നത് മാത്രമാണ്. അത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സാധാരണ സ്ക്വയർ മാതിരി ചെയ്തിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് നീട്ടത്തിന് വെറുതെ സെപ്പറേറ്റ് ഒരു ഇതുമാതിരി ചെയ്താലും മതി. ഇങ്ങനെ എടുക്കാണ്ട് നോർമലി ചെയ്തിട്ട് അവിടെ നീട്ടത്തിലെടുക്കുന്ന മാതിരി വെറുതെ ഒരു കോല് കൊടുത്താലും മതിയാകും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ തന്നെ അങ്ങോട്ട് ചെയ്തു പോയാൽ ഒറ്റയടിക്ക് തന്നെ നടക്കും. അപ്പം നോക്കുക, ഈ ഫ്ലവർ ഒരെണ്ണം തീരാൻ പോവുകയാണ്. ഒരു പ്രത്യേക ലുക്കിലുള്ള ഒരു സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് കച്ച് വർക്കിൻ്റെ ഒരു സ്ക്വയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്യുന്നത്. സോ ആർക്ക് വേണമെങ്കിലും നന്നായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഫ്ലവറാണ്. നോക്കുക, ഇപ്പോൾ ഇതേപോലെ അതങ്ങ് ചെയ്ത് ഞാൻ ആ ഒരു ഫ്ലവർ ഫിനിഷ് ചെയ്യാണ്. ഈ ഫ്ലവർ മോട്ടീഫ് ഞാൻ ഈ ഓർഗൻഡി സാരിയിൽ ഓൾ ഓവറായിട്ട് ചെയ്തിരിക്കുകയാണ്. മുന്താണിയോ ബോർഡറോ ഒന്നുമില്ല, മൊത്തം സാരിയിൽ ഇതിങ്ങനെ ഡോട്ട് മാതിരി ഫുള്ള് കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് സാരിയിൽ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. വൈറ്റ് സാരി ആയതുകൊണ്ട് കൂടുതൽ ഞാൻ അതിൽ നോക്കുക അത് പുറത്തേക്ക് കൊണ്ടുപോയൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ, കാരണം സാരിയിൽ അഴുക്കാവരുതല്ലോ, നമുക്ക് പുറത്ത് കൊടുക്കേണ്ടതാണ്. സോ നോക്കുക, ഇതേമാതിരിയാണ് സാരി ഫോളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുന്താണിയിൽ നോക്കുക, ഞാൻ ഇതിൻ്റെ താഴെയായിട്ട് ചെറിയ രീതിയിൽ ബ്ലാക്ക് ത്രെഡ് വെച്ചിട്ട് തന്നെ ഞാനൊന്ന് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കുക, ഇതേപോലെ താഴെ ഒരു ബ്ലാക്ക് ത്രെഡ് വെച്ചിട്ട് സിമ്പിളായിട്ടൊന്ന് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ആണ് നമ്മുടെ സാരിയുടെ ഓവറോൾ ലുക്ക്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. കൂട്ടത്തിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതുകൂടെ ചോദിക്കാം. കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സാരി ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.